പിണറായിയുടെ രക്തത്തിന് ദാഹിച്ച് നടന്നവർ എങ്ങനെ സഹിക്കുമെന്നു. അയ്യോ പാവം തന്നെ. SFI ദാ വരുന്നു. പിണറായും മകളും ജയിലിലേക്ക്. തുടങ്ങി എന്തെല്ലാം മോഹങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ. തകർത്ത് കളഞ്ഞില്ലേ ഹൈക്കോടതി. SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി. 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ലെന്ന് കോടതി. CMRL ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 2 മാസത്തേക്ക് തുടർ നടപടികൾ വേണ്ട എന്നതാണ് നിർദ്ദേശം. അതെ, തട്ടിക്കൂട്ട റിപ്പോർട്ടുമായിട്ട് ഹൈക്കോടതി ചെന്നു. ആ റിപ്പോർട്ടും കൊണ്ടുവച്ചിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വലിച്ചിഴയ്ക്കാമെന്ന് കരുതി. ഹൈക്കോടതിയിൽ ഇരിക്കുന്നവരും മനുഷ്യരാണല്ലോ. കേരളത്തിലെ മാപ്രകളെ പോലുള്ളവരല്ലല്ലോ. കേരളത്തിലെ മാപ്രകളെപ്പോലെ സംഘപരിവാർ തലച്ചോറുള്ളവർക്ക് മാത്രം മനസ്സിലാകാത്ത കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് കണ്ടുടനെ ബോധ്യപ്പെട്ടു. തടഞ്ഞു. 2 മാസത്തേക്ക് തൽസ്ഥിതി തുടരണം. CMRL നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് രാഷ്ട്രീയ നീക്കമാണെന്നും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏതൊരു കേസിൻ്റെയും സാമാന്യ നീതിയായിട്ടുള്ള ആരാണോ ആരോപണ വിധേയർ അവരെ കേൾക്കാൻ തയ്യാറാകാതെ റിപ്പോർട്ട്, വല്ലാത്ത ജാതി റിപ്പോർട്ട് തന്നെ. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പ്രതിയുടെയും വാദിയുടെയും ഭാഗം കേൾക്കേണ്ടതുണ്ട് എന്നുള്ള സാമാന്യ നീതി പോലും നടപ്പാക്കാതെ ഒരു കുറ്റപത്രം അങ്ങോട്ട് ഉണ്ടാക്കി